റിക്കേർഷൻ ജാവ പ്രോഗ്രാമിലെ റിക്കേർഷൻ എന്ന കോൺസെപ്റ്റിനെ കുറിച്ചും റിക്കേഴ്സീവ് മെത്തേഡ്സ് യൂസ് ചെയ്ത് പ്രോഗ്രാം എഴുതുന്നതിനെക്കുറിച്ചുമാണ് ഈ വീഡിയോയിൽ നമ്മൾ കാണുന്നത്. ഒരു മെത്തേഡ് അതിനെ തന്നെ കോൾ ചെയ്യുന്നതിനെയാണ് റിക്കേർഷൻ എന്ന് പറയുന്നത്. ഓരോ പ്രാവശ്യവും ഇങ്ങനെ ഒരു മെത്തേഡ് അതിനെ തന്നെ കോൾ ചെയ്യുമ്പം ആ മെത്തേഡിനുള്ളിലെ ലോക്കൽ വേരിയബിൾസിൻ്റെയും പാരാമീറ്റേഴ്സിൻ്റെയും ഒരു കോപ്പി ഓരോ പ്രാവശ്യവും ക്രിയേറ്റഡ് ആവുകയും അത് ഒരു സ്റ്റാക്കിനുള്ളിൽ ടോപ്പിൽ സേവ് ചെയ്യപ്പെടുകയുമാണ് ചെയ്യുന്നത്. റിക്കേഴ്സീവ് മെത്തേഡ്സ് യൂസ് ചെയ്ത് പ്രോഗ്രാം ചെയ്യുമ്പോൾ എപ്പോഴും ഒരു ഇഫ് സ്റ്റേറ്റ്മെൻറ്റ് അതിനുള്ളിൽ ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രദ്ധിക്കണം. അതായത് ഈ ഇഫ് സ്റ്റേറ്റ്മെൻറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എങ്ങനെ ഈ റിക്കേഴ്സീവ് കോള് സ്റ്റോപ്പ് ചെയ്യാം എന്നുള്ളതാണ്. ഈ ഇഫ് സ്റ്റേറ്റ്മെൻറ്റിനുള്ളിൽ നമ്മളൊരു കോഡ് എഴുതിയിരിക്കണം. അത് ഈ റിക്കേഴ്സീവ് കോള് എക്സിക്യൂട്ട് ചെയ്യാതെ പ്രോഗ്രാമിൻ്റെ കൺട്രോൾ റിട്ടേൺ ചെയ്യുന്നതിനുള്ള കോഡായിരിക്കണം ഈ ഇഫ് സ്റ്റേറ്റ്മെൻറ്റിനുള്ളിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യേണ്ടത്. അങ്ങനെ ചെയ്തില്ലെങ്കിൽ ഈ മെത്തേഡ് ഒരിക്കലും റിട്ടേൺ ആവുകയില്ല. അത് ഇൻഡെഫിനിറ്റായിട്ട് റൺ ചെയ്തുകൊണ്ടേയിരിക്കും. ഇനി റിക്കേർഷൻ യൂസ് ചെയ്യുമ്പോഴുള്ള ബെനിഫിറ്റ്സും അതുപോലെ തന്നെ അതിൻ്റെ ഡ്രോബാക്സും എന്തൊക്കെയാണെന്ന് നോക്കാം. റിക്കേർഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് ക്വിക്ക് സോർട്ട് അൽഗോരിതം പോലുള്ള കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള അൽഗോരിതംസ് വളരെ ക്ലിയറായിട്ടും സിംപ്ലറായിട്ടും എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് സാധിക്കും. അതേസമയം റിക്കേഴ്സീവ് വേർഷൻ ഓഫ് അൽഗോരിതംസ് അതിൻ്റെ ഐറ്ററേറ്റീവ് ഇക്വലൻസിനേക്കാളും വളരെ സ്ലോ ആയിട്ടായിരിക്കും റൺ ചെയ്യുന്നത്. അതായത് റിക്കേഴ്സീവ് വേർഷനുള്ളിൽ ധാരാളം മെത്തേഡ് കോൾസ് ഇൻവോൾവ് ആണ്. അത് കൂടുതൽ ടൈം അത് എക്സിക്യൂട്ട് ചെയ്യുന്നതിന് കൂടുതൽ ടൈം വേണ്ടി വരും. ഇനി ഓരോ പ്രാവശ്യം ഇങ്ങനെ മെത്തേഡ് റിക്കേഴ്സീവ്ലി കോൾ ചെയ്യപ്പെടുമ്പോഴും ലോക്കൽ വേരിയബിൾസിൻ്റെയും പാരാമീറ്റേഴ്സിൻ്റെയും ഒക്കെ കോപ്പി ഓരോ പ്രാവശ്യവും ക്രിയേറ്റഡായി സ്റ്റാക്കിനുള്ളിൽ സ്റ്റോർ ചെയ്യുകയാണ് ചെയ്യുന്നത്. അത് സ്റ്റാക്ക് ഓവർ റൺ ആവാനായിട്ട് ഇടയാവുന്നതാണ്. ഇനി എങ്ങനെയാണ് റിക്കേഴ്സീവ് മെത്തേഡ്സ് യൂസ് ചെയ്ത് പ്രോഗ്രാം എഴുതുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഒരു റിക്കേഴ്സീവ് മെത്തേഡ് യൂസ് ചെയ്ത് ഈ കൊടുത്തിരിക്കുന്ന ഫോർമാറ്റിൽ സ്റ്റാർസ് പ്രിൻ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഇവിടെ പ്രിൻ്റ് സ്റ്റാർസ് എന്ന് പറയുന്ന റിക്കേഴ്സീവ് മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്. പ്രിൻ്റ് സ്റ്റാർസിലേക്ക് ഒരു പാരാമീറ്റർ പാസ് ചെയ്യുന്നുണ്ട് n. എത്ര ലൈൻസ് ഓഫ് സ്റ്റാർസ് പ്രിൻ്റ് ചെയ്യണമെന്ന് ഡിറ്റർമിൻ ചെയ്യുന്നത് ഈ n-ൻ്റെ വാല്യൂ ആണ്. അതിനുവേണ്ടി ഒരു മെയിൻ ക്ലാസ് എഴുതി മെയിൻ ഫംഗ്ഷനിൽ നിന്ന് ഫസ്റ്റ് കോള് ഇൻവോക്ക് ചെയ്യുകയാണ്. പ്രിൻ്റ് സ്റ്റാർസ് ഓഫ് 5 എന്ന് പറഞ്ഞ് ഫസ്റ്റ് കോള് ഇൻവോക്ക് ചെയ്യുന്നു. ഓരോ മെത്തേഡ് കോളുമാണ് ഈ വൈറ്റ് റെക്റ്റാങ്കിൾ ആയിട്ട് കാണിച്ചിരിക്കുന്നത്. ഫസ്റ്റ് മെത്തേഡ് കോള് മെയിൻ ഫംഗ്ഷനിൽ നിന്ന് ഇൻവോക്ക് ചെയ്യുമ്പോൾ ഫസ്റ്റ് റെക്റ്റാങ്കിളിലേക്ക് കൺട്രോൾ വരുന്നതായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. അവിടെ n-ൻ്റെ വാല്യൂ 5 ആണ്. ആ മെത്തേഡിൽ ഫസ്റ്റ് എക്സിക്യൂട്ട് ചെയ്യുന്ന കോഡ് n-ൻ്റെ വാല്യൂ 0 ആണോ എന്ന് ചെക്ക് ചെയ്യുകയാണ്. n-ൻ്റെ വാല്യൂ 0 അല്ലെങ്കിൽ മാത്രം റിക്കേഴ്സീവായിട്ട് പ്രിൻ്റ് സ്റ്റാർസിനെ എഗെയിൻ ഇൻവോക്ക് ചെയ്യുന്നതായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. n-ൻ്റെ വാല്യൂ 0 ആണെങ്കിൽ പ്രോഗ്രാമിൻ്റെ കൺട്രോൾ അതിനെ എവിടെ നിന്നാണോ ഈ മെത്തേഡിനെ ഇൻവോക്ക് ചെയ്തത് അവിടേക്ക് തിരിച്ച് റിട്ടേൺ ചെയ്യുന്നതായിട്ടാണ് എഴുതിയിരിക്കുന്നത്. n 5 ആയത് കാരണം എഗെയിൻ പ്രിൻ്റ് സ്റ്റാർസിനെ ഇൻവോക്ക് ചെയ്യുകയാണ്. അവിടെ n-ൻ്റെ വാല്യൂ ഒന്ന് റെഡ്യൂസ് ചെയ്ത് കൊടുക്കും. n ഈസ് ഈക്വൽ ടു n-1. അതായത് പ്രിൻ്റ് സ്റ്റാർസിനെ ഇൻവോക്ക് ചെയ്യുന്നത് വിത്ത് വാല്യൂ 4 ആണ്. അപ്പോൾ കൺട്രോള് അടുത്ത റെക്റ്റാങ്കിളിലേക്ക് കൺട്രോൾ പോകുന്നതായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. അവിടെ പുതിയൊരു മെത്തേഡ് ഇൻവോക്ക് ചെയ്യുകയാണ്, പ്രിൻ്റ് സ്റ്റാർസ് ഓഫ് 4. അടുത്ത മെത്തേഡ് കോള് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ സ്റ്റാക്കിനുള്ളിൽ ആ മെത്തേഡിന് വേണ്ടിയിട്ട് ലോക്കൽ വേരിയബിൾസും പാരാമീറ്റേഴ്സും ക്രിയേറ്റ് ചെയ്ത് സേവ് ചെയ്ത് വെക്കും. അവിടുത്തെ n-ൻ്റെ വാല്യൂ 4 ആയിരിക്കും. എഗെയിൻ
n 0 ആണോ എന്ന് ചെക്ക് ചെയ്യും. 0 അല്ല എന്ന് കാണുമ്പോൾ എന്നിൻ്റെ വാല്യൂ 1 റെഡ്യൂസ് ചെയ്തതിന് ശേഷം എഗെയിൻ റിക്കേഴ്സീവ് മെത്തേഡ് കോൾ എക്സിക്യൂട്ട് ആവുകയാണ്, പ്രിൻറ്റ് സ്റ്റാർസ് ഓഫ് 3. വീണ്ടും അടുത്ത റെക്റ്റാങ്കിളിലേക്ക് കൺട്രോൾ പോകുന്നു. അവിടെ പുതിയ ഒരു മെത്തേഡ് കോളാണ്. അപ്പോൾ സ്റ്റാക്കിനുള്ളിൽ പുതിയ പാരാമീറ്റേഴ്സും എല്ലാം ക്രിയേറ്റഡ് ആവുന്നു. എന്നിന് വാല്യൂ 3 ആണ്. അവിടെ വീണ്ടും ചെക്കിങ് നടക്കുന്നു. എന്നിൻ്റെ വാല്യൂ 0 അല്ലാത്തത് കാരണം അടുത്ത റെക്റ്റാങ്കിളിലേക്ക് കൺട്രോൾ പോകുന്നു. അങ്ങനെ പ്രിൻറ്റ് സ്റ്റാർസ് ഓഫ് 1 എക്സിക്യൂട്ട് ആവുന്നു. പ്രിൻറ്റ് സ്റ്റാർസ് ഓഫ് 1 എഗെയിൻ അടുത്ത റെക്റ്റാങ്കിളിൽ കൺട്രോൾ വരുന്നു. എന്നിൻ്റെ വാല്യൂ 0 അല്ല. വീണ്ടും എന്നിൻ്റെ വാല്യൂ 1 റെഡ്യൂസ് ചെയ്ത് പ്രിൻറ്റ് സ്റ്റാർസ് ഓഫ് 0 എക്സിക്യൂട്ട് ചെയ്യുന്നു. അവിടെ ഈ ചെറിയ റെക്റ്റാങ്കിൾ പ്രിൻറ്റ് സ്റ്റാർസ് ഓഫ് 0നെയാണ് കാണിക്കുന്നത്. ഇവിടെ നോക്കിയാൽ കാണാം എന്നിൻ്റെ വാല്യൂ, ഇവിടുത്തെ ഈ മെത്തേഡിലെ എന്നിൻ്റെ വാല്യൂ 0 ആണ്. സോ നമ്മൾ ചെക്ക് ചെയ്യുമ്പം എന്നിൻ്റെ വാല്യൂ 0 ആയത് കാരണം റിട്ടേൺ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് പ്രിൻറ്റ് സ്റ്റാർസ് ഓഫ് 0 എന്ന് പറയുന്ന മെത്തേഡ് അതിനെ കോൾ ചെയ്യുന്നിടത്തേക്ക് കൺട്രോൾ തിരിച്ച് റിട്ടേൺ ചെയ്യുകയാണ്, എന്നിൻ്റെ വാല്യൂ 0 ആയതുകൊണ്ട്. അപ്പോൾ ഇതിനെ കോൾ ചെയ്യുന്നത് ഈ റെക്റ്റാങ്കിൾ ആണെന്ന് ഈ റെക്റ്റാങ്കിൾ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന സ്ഥലത്താണ് ഇതിനെ കോൾ ചെയ്യുന്നത്. സോ മെത്തേഡ് റിട്ടേൺ ചെയ്യുന്നത് ഈ കോളിംഗ് സ്റ്റേറ്റ്മെൻറ്റിന് തൊട്ടടുത്ത സ്റ്റേറ്റ്മെൻറ്റിലേക്കായിരിക്കും മെത്തേഡ് റിട്ടേൺ ചെയ്യുന്നത്. അവിടെ ഒരു ലൂപ്പ് എഴുതിയിട്ടുണ്ട്. i = 1, i > n ആവുന്നോടം വരെ സ്റ്റാർ പ്രിൻ്റ് ചെയ്യാൻ. അതായത് ഇവിടെ എന്നിൻ്റെ വാല്യൂ ഈ റെക്റ്റാങ്കിൾ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന മെത്തേഡിൽ എന്നിൻ്റെ വാല്യൂ 1 ആണ്. സോ ഒരു സ്റ്റാർ പ്രിൻ്റ് ചെയ്യും, അതിനുശേഷം ഒരു ന്യൂ ലൈൻ പ്രിൻ്റ് ചെയ്യും. അതോടെ മെത്തേഡ് എൻഡ് ആവുകയാണ്. ഒരു മെത്തേഡ് എൻഡ് ആയാൽ ആ മെത്തേഡിനെ ഇൻവോക്ക് ചെയ്യുന്നിടത്തേക്ക് കോൾ ചെയ്തിടത്തേക്ക് കൺട്രോൾ റിട്ടേൺ ആവും. ഇതിനെ കോൾ ചെയ്തിരിക്കുന്നത് പ്രിൻറ്റ് സ്റ്റാർ ഓഫ് 2 ആണ്. അപ്പം അതിനെ പ്രിൻറ്റ് സ്റ്റാർസ് ഓഫ് 1 എന്ന് ഇൻവോക്ക് ചെയ്ത ആ ഇൻവോക്കിംഗ് സ്റ്റേറ്റ്മെൻറ്റിന് തൊട്ട് താഴെയുള്ള സ്റ്റേറ്റ്മെൻറ്റിലേക്ക് ഈ മെത്തേഡിൻ്റെ കൺട്രോൾ റിട്ടേൺ ആവുന്നു. അവിടെ വീണ്ടും എന്നിൻ്റെ വാല്യൂ 2 ആണ്. സോ ഐ ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്ത് 2 സ്റ്റാർസ് പ്രിൻ്റ് ചെയ്യുന്നു. പിന്നെ പുതിയൊരു ലൈനും പ്രിൻ്റ് ചെയ്തിട്ട് ആ മെത്തേഡ് തിരിച്ച് അതിനെ കോൾ ചെയ്യുന്നിടത്തേക്ക് റിട്ടേൺ ചെയ്യുന്നു. ഇങ്ങനെ കണ്ടിന്യൂസ് റിട്ടേൺ ചെയ്ത് 4 സ്റ്റാർസ് പ്രിൻ്റ് ചെയ്തു. പിന്നെ 5 സ്റ്റാർസും പ്രിൻ്റ് ചെയ്തതിന് ശേഷം ഈ മെത്തേഡിനെ പ്രിൻറ്റ് സ്റ്റാർസ് ഓഫ് 5നെ കോൾ ചെയ്തിരിക്കുന്നത് മെയിൻ ക്ലാസ് ആണെന്ന് കാണാം. സോ കൺട്രോൾ മെയിൻ ക്ലാസ്സിലേക്ക് റിട്ടേൺ ചെയ്യുന്നു. ഇനി നമുക്ക് ആ സ്റ്റാർസ് പ്രിൻ്റ് ചെയ്യാനുള്ള പ്രോഗ്രാം എഴുതി നോക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു ക്ലാസ് എഴുതിയിട്ടുണ്ട്, ക്ലാസ് ഡെമോ. അതിനുള്ളിൽ പ്രിൻറ്റ് സ്റ്റാർസ് മെത്തേഡ് എഴുതിയിട്ടുണ്ട് വിത്ത് പാരാമീറ്റർ n. അപ്പോൾ ഫസ്റ്റ് റിക്കേഴ്സീവ് മെത്തേഡ് കോള്, അതിനെ റിക്കേഴ്സീവായിട്ടൊരു മെത്തേഡിനെ ഇൻവോക്ക് ചെയ്യണോ എന്ന് ഡിറ്റർമിൻ ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റ്, അതിനെ ആ റിക്കേഴ്സീവ് കോള് സ്റ്റോപ്പ് ചെയ്യാനുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഏറ്റവും ആദ്യം എഴുതാം. ഇഫ് n 0 ആണെങ്കിൽ റിട്ടേൺ. ഇതാണ് റിക്കേഴ്സീവ് കോള് സ്റ്റോപ്പ് ചെയ്യാനുള്ള സ്റ്റേറ്റ്മെൻറ്റ്. എൽസ് കേസിൽ പ്രിൻറ്റ് സ്റ്റാർസിനെ റിക്കേഴ്സീവ്ലി കോൾ ചെയ്യാം. വിത്ത് n-1 വാല്യൂ. ഇനി ഇതിനുള്ളിൽ നമുക്ക് സ്റ്റാർ പ്രിൻ്റ് ചെയ്യാനുള്ള കോഡ് എഴുതാം. i = 1, i <= n, i++ സ്റ്റാർ പ്രിൻ്റ് ചെയ്യാൻ പറഞ്ഞു. സ്റ്റാർ പ്രിൻ്റ് ചെയ്തതിന് ശേഷം പുറത്തിറങ്ങി പുതിയ ലൈനും പ്രിൻ്റ് ചെയ്തു. നമുക്ക് മെയിൻ ക്ലാസ് റെക് ഡെമോ എന്നുള്ള മെയിൻ ക്ലാസ് എഴുതി. അതിനകത്ത് മെയിൻ മെത്തേഡ് എഴുതി, ഡെമോയുടെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു. ഇനി പ്രിൻറ്റ് സ്റ്റാർസിനെ ഇൻവോക്ക് ചെയ്തു വിത്ത് വാല്യൂ 5. എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം. വളരെ കറക്റ്റായിട്ട് നമുക്ക് ഔട്ട്പുട്ട് കിട്ടിയിരിക്കുന്നതാണ്. വാല്യൂ ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുത്ത് നോക്കാം.
അപ്പോൾ റിക്കേഷൻ എന്ന് പറയുന്നത് ഒരു മെത്തേഡ് അതിനെ തന്നെ ഇൻവോക്ക് ചെയ്യുന്നതിനെയാണ് റിക്കേഷൻ എന്ന് പറയുന്നത്. ഒരു റിക്കേഷൻ യൂസ് ചെയ്തിട്ട് ഒരു പ്രോഗ്രാം എഴുതുമ്പോൾ എപ്പോഴും റിക്കേഷൻ സ്റ്റോപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു സ്റ്റേറ്റ്മെൻറ്റ് പ്രോഗ്രാമിൽ ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രദ്ധിക്കണം.